ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമല്ല ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ആഫ്റ്റർ മോമി അമ്മ അതിന് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗായ്സ്, എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒന്നുകൂടെ പറയുവാണേ. അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. ഞാനിന്ന് ഫുൾ ഡേ എടുക്കാൻ വിചാരിക്കുന്ന ഒരു ഹാഫ് ഡേ. മെയിനായിട്ട് ഫുഡ് കഴിക്കുന്നതും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഈ മോമി ലൈഫിൽ നടക്കുന്ന എൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തല്ലോ ഞാൻ ഓർത്തത് കേട്ടോ. അപ്പോൾ വന്ന ഉടനെ തന്നെ പുതപ്പൊക്കെ മടക്കി വെച്ചിട്ട് ഞാനിപ്പം കുറച്ച് ദിവസമായിട്ടൊരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, മാനിഫെസ്റ്റേഷൻ. എനിക്ക് ചെറുതായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡയറി ചെയ്യുന്നൊരു പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈയിടെ റീൽസ് കണ്ടാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. അത് എന്തായാലും സാധിച്ച് കിട്ടുമെന്നൊക്കെ പറയില്ല. അതിനകത്ത് കുറേ പേര് കമൻറ്റ് എൻ്റെ ആഗ്രഹം സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനും കരുതി ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ.
വിളിക്കുമ്പോൾ തന്നെ ആൾ എൻ്റെ ഒപ്പം എണീക്കാറുണ്ട് കേട്ടോ. ഇന്നങ്ങനെ എൻ്റെ ഒപ്പം എണീറ്റുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഉറക്കം വന്നപ്പോൾ കിടത്തി ഉറക്കി. പെട്ടെന്നൊരു അനക്കം കേട്ട് വന്ന് നോക്കിയപ്പോഴത്തേനും ആൾ എണീറ്റു കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുതൽ അങ്ങനെ ഉറങ്ങാറില്ല. എപ്പോഴും ഈ എണീറ്റ് കളി ഇപ്പം കളി എന്നുള്ള ആദ്യമൊക്കെ എങ്ങനെ കിടത്തി ഉറക്കിയാലും കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഏത് സമയം കളിക്കാൻ പറ്റും കളിക്കുക. ലൈറ്റിട്ട് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എന്തായാലും മിലു ഉറങ്ങൂല. അപ്പത്തിന് ഞാൻ മിലുവിന് കുളിക്കാനായിട്ട് വെള്ളം ഉണ്ടാകും. അതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വെച്ചേ. ഇനി ആ വെള്ളം ചൂടാറിയിട്ടാട്ടോ വാവേനെ കുളിപ്പിക്കുകയുള്ളൂ. അപ്പത്തേനും ഒരാളെ ഭയങ്കര കരച്ചിലായി. ഞാൻ ബെഡിലോട്ട് എടുത്ത് കിടത്തിയായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് പോലും ബെഡിൽ കിടക്കില്ല. ഭയങ്കരമായിട്ട് ഇപ്പം ഏകദേശം ഇരിക്കാനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ആശാന് ഭയങ്കര മടിയാണ്. ഈ സമയവും എടുത്തുകൊണ്ട് കിടക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരിക്കാൻ ടൈം ആവുന്നുള്ളൂ. പക്ഷെ ഇരുന്നിട്ടില്ല കേട്ടോ. ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഈ സമയം ഈ കയ്യിലിരിക്കുന്നവൻ നിലത്ത് കിടക്കുകയില്ല. അങ്ങനെ ശീലമായിപ്പോയതുകൊണ്ട് കരച്ചിലോ. അപ്പം ഞാൻ കുറച്ച് നേരം എടുത്ത് കൈ പിടിച്ചിരുന്നേ. അങ്ങനെ മിലുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മിലു കുളി കഴിഞ്ഞ് ഇച്ചിരി നേരം കിടന്നുറങ്ങും. അത് ഇച്ചിരി നേരം ഇന്ന ടൈമിങ്ങോ ഒന്നുമില്ല. അവൻ ചിലപ്പോൾ പെട്ടെന്ന് എണീക്കും, ചിലപ്പോൾ ലേറ്റായി എണീക്കും. അത് അവൻ്റെ മൂഡ് പോലെ ഇരിക്കും. അവനെ ഉറങ്ങി എണീക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോയി വേഗം അതൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റെഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അവന് എണീക്കുമ്പോഴത്തേനും അവന് ബാക്കി ഉറക്കം എണീക്കുമ്പോഴത്തേനും ഫീഡ് ചെയ്ത് ഫുഡ് എന്തെങ്കിലും കൊടുക്കും. ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്താൽ വാ തുറക്കില്ല. അതാണ് മെയിൻ. പക്ഷേ നമ്മളെവിടെയെങ്കിലും ഇരുന്ന് ഒരു കൈ കാണിച്ചാൽ അവൻ കൈയും ചെപ്പും കാലും ചെപ്പും. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി. പിന്നെ ഞങ്ങൾ ദിവസത്തിൽ 2, 3, 4 വട്ടമൊക്കെ ഡ്രസ്സ് മാറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്